അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇഞ്ചി തീയലാണ്. ഇഞ്ചിപ്പുളിയും ഇഞ്ചി കറിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മൾ. പക്ഷേങ്കിൽ ഞങ്ങളുടെ ഒരു സ്പെഷ്യലാണ് ഇഞ്ചി തീയൽ. അപ്പോൾ ഇതും ഒരു മാസത്തോളമൊക്കെ കേടുകൂടാതിരിക്കും. വെക്കുമ്പോഴും നമ്മളൊരു ഗ്ലാസ് കുപ്പിക്കകത്തൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. മണത്തിനോ ടേസ്റ്റിനോ ഒന്നും ഒരു വ്യത്യാസം വരാതെ ഒരു മാസത്തോളം ഇരിക്കും. ഇഞ്ചി തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി ഇതേപോലെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. കൊത്തി അരിയാൻ മടിയുള്ളവർക്ക് വട്ടത്തിലുള്ള കഷ്ണമാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഇഞ്ചി കറി ഉണ്ടാക്കുന്നത് പോലെ ചാറ്, അതായത് ഇഞ്ചി പിഴിഞ്ഞ് നീര് കളയേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് എരിയൊക്കെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത് ഞാനിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാൻ പോവാം. ഇതിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളിയും കൂടി അരിഞ്ഞെടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ചുമന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയ ഉള്ളി ഉണ്ടല്ലോ, സാവാള, അത് അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 2-3 ഇത്രയും അളവ് മതി. ഒരു ചുമന്നുള്ളി ഒരു 10 അല്ലി ചുമന്നുള്ളിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കൊത്തി അരിഞ്ഞെടുക്കാം. എനിക്ക് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുമ്പോൾ അത് ചെറിയ ഉള്ളി ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് ആദ്യം ഒന്ന് വറക്കാം, പിന്നെ തേങ്ങയിട്ട് വറക്കാം. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് വറക്കാനായിട്ട് ഇടാൻ. ഈ ഇഞ്ചി തീയൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇത് കേടായൊന്നും പോകത്തില്ല. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒരു മാസത്തോളം ഉപയോഗിക്കാം. അത്രയ്ക്ക് നല്ലതാണ്, അത്രയ്ക്ക് രുചിയുമാണ്. ഒരു വറുത്ത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിതിനകത്തോട്ട് തേങ്ങയും കൂടെ ചേർത്ത് വറക്കാം. ഇത് മാറ്റണ്ട കേട്ടോ. ഇത് മാറ്റാതെ ഇതിനകത്ത് തന്നെ തേങ്ങ എടുത്ത് ഇപ്പോൾ ഒരു 3/4 വറവായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങയുടെ ചേർക്കാം. ഇനി നമ്മൾ തേങ്ങ ചുമപ്പ് നിറമാവുന്നവരെ, ബ്രൗൺ നിറമാവുന്നവരെ, അതായത് തീയലിൻ്റെ ആ പരുവാവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരേ കൺസിസ്റ്റൻസിയിൽ വന്നിരിക്കും. ഇത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. ഞാൻ ഈ ഇരുമ്പ് ചീൻചട്ടി ആയതുകൊണ്ട് തന്നെ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. ചൂട് അങ്ങ് നിൽക്കുമല്ലേ ഇരുമ്പിൽ. ഇതാണ് കറക്റ്റ് പരുവം. പൊടികൾ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണോളം ചേർക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും നല്ലതാണ്. കളറും കിട്ടും, എരി കൂടത്തുമില്ല. ഇതിപ്പോൾ നോർമൽ ചില്ലി പൗഡറാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മതി. അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കരുതല്ലോ. ഇനി ജീരകപ്പൊടി ഇതേപോലെ ഒരു 1/4 ടീസ്പൂണോളം ചേർക്കാം. ഇനി ചേർക്കുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി 1/4 ടീസ്പൂണോളമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. അന്നേരം അതേപോലെ അതങ്ങ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഇത് അരച്ചെടുക്കാം. ഈ ഒരു മണം വരുമ്പോൾ ഓണത്തിൻ്റെ സമയമൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഞാനിതൊരു മിക്സിയിലോട്ട് മാറ്റി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളം ചേർത്ത് അരച്ചാൽ നമ്മൾ ഈ കല്ലിലൊക്കെ അരച്ചെടുക്കത്തില്ലേ തീയൽ, അതുപോലെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല മയത്തിന് മഷി പോലെ അരച്ചെടുക്കണേ, ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പേ വെച്ച്, ഞാൻ ഇരുമ്പ് ചീൻചട്ടി മാറ്റിയത് പുളിയൊക്കെ ചേർക്കുമ്പോൾ അത് കളർ അങ്ങ് മാറും, അതുകൊണ്ടാട്ടോ. കടുകിട്ട് പൊട്ടുമ്പോഴത്തേക്ക് അതിലോട്ട് വറ്റൽമുളക്, എൻ്റെ വറ്റൽമുളക് തീർന്നെന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു വറ്റൽമുളക് കൂടെ മുറിച്ചിടണം. ഇനി കറിവേപ്പിലയും കൂടെ ഇടണം. ചുമന്നുള്ളി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ഞാനിത് വലിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞ് ചുമന്നുള്ളി കൊച്ചുള്ളി ആക്കിയാണ് ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ചുമന്നുള്ളി ഉണ്ട്, അത് തന്നെ ഇടണം കേട്ടോ. നന്നായിട്ട് വഴറ്റണം. ഇത് നന്നായിട്ടൊന്ന് വഴലണം കേട്ടോ. നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂക്കണം. നമ്മളിതിനകത്ത് കഷ്ണമൊന്നും ഇല്ലല്ലോ. ഇഞ്ചി തീയൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു തീയലാണല്ലോ. മാത്രമല്ല ഇത് ഒരുപാട് നാൾ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് വഴറ്റണം. ഇത് കറക്റ്റ് പരുവമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നല്ല തിക്കായിട്ടുള്ള അരപ്പാണ് ഇത് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കഴുകിയെടുത്ത് ചേർക്കണം. പിന്നെ മിക്സി കഴുകിയ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പുളിയോ ഉപ്പോ ഒന്നും ചേർത്തതല്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് വാളംപുളി പിഴിഞ്ഞതാണ്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പാകത്തിന് പുളി പിഴിഞ്ഞതൂടെ ചേർക്കാം. ഇത് ഉപ്പും പുളിയും കൂടെയാണ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത്.
എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകമാക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പം നമുക്ക് ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പീസ് ശർക്കരയോ ഇച്ചിരി പഞ്ചസാരയോ ചേർക്കാം. ഇത് തീരെ അങ്ങ് മധുരം ഇഷ്ടമില്ലാത്തവർ ഒരു ഇച്ചിരിയും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ജാഗറി പൗഡറാണ് ചേർക്കുന്നത്. ജാഗറി പൗഡർ ഇന്ന് കട്ടിയായിപ്പോയി. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ടേസ്റ്റൊക്കെ നല്ല കറക്റ്റായി കാണും. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്. നല്ല മണവും. അപ്പോൾ ഇഞ്ചി തീയൽ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി തീയൽ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ താങ്ക് യു.